CSKയും ലക്നൌവുമായിരുന്നു ഇന്നത്തെ മാച്ച്. ഇന്ന് ചെന്നൈ കളി തോറ്റപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. ചെന്നൈ ഇന്ന് തോറ്റതുകൊണ്ട് പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിട്ടില്ല. ചെന്നൈക്ക് ഇനിയും പ്ലേ ഓഫിലെത്താം. എന്താണ് ആ വഴികൾ? അതുപോലെ തന്നെ രാജസ്ഥാൻ RCB ഈ ടീമുകൾക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ IPLിലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യം പുറത്തായ ടീമുകൾ നോക്കിയാൽ ലക്നൗ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി ഈ ടീമുകൾക്ക് ഇനി പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അവരെ മാറ്റി നിർത്താം. ബാക്കി 6 ടീമുകളുണ്ട്. ഇതിൽ ആര് കയറുമെന്നത് പറയാൻ സാധിക്കില്ല. നിലവിലെ പോയിന്റ് ടേബിൾ നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് RCB ഉണ്ട്. 16 പോയിന്റ് അവർക്കുണ്ട്. അവർ 99% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. രണ്ടാം സ്ഥാനത്തുള്ള ഗുജറാത്തിനും 16 പോയിന്റ് ഉണ്ട്. അവരും ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിച്ചു. ഇനി ബാക്കി 2 സ്ലോട്ടുണ്ട്. ഇതിനു വേണ്ടി 4 ടീമുകൾ മത്സരിക്കുന്നുണ്ട്. പഞ്ചാബ്, ഹൈദരാബാദ്, ചെന്നൈ, രാജസ്ഥാൻ. ഇന്നത്തെ മാച്ച് ചെന്നൈ കളി തോറ്റതുകൊണ്ട് ചെന്നൈ പുറത്തായെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ചെന്നൈക്ക് ഇനിയും പ്ലേ ഓഫിലെത്താം. കാരണം ചെന്നൈക്ക് ഇപ്പോൾ 12 പോയിന്റ് ഉണ്ട്. ചെന്നൈ 12 മാച്ച് കളിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് 2 മാച്ചാണ്. ആ 2 എണ്ണത്തിലും ജയിച്ചാൽ ചെന്നൈക്ക് ടോട്ടൽ 16 പോയിന്റ് ആകും. അങ്ങനെയാണെങ്കിൽ ചെന്നൈക്ക് പ്ലേ ഓഫിലെത്താം. പക്ഷേ മറ്റ് ടീമുകളെ നോക്കണം. കാരണം നെറ്റ് റൺ റേറ്റ് ആർക്കാണ് കൂടുതൽ അവരായിരിക്കും പിന്നെ പ്ലേ ഓഫിലെത്തുന്നത്. കഴിഞ്ഞ IPL സീസണുകൾ നോക്കിയാൽ 16 പോയിന്റുള്ള ടീമുകൾ പ്ലേ ഓഫിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ചെന്നൈക്ക് പ്ലേ ഓഫിലെത്തണമെങ്കിൽ അടുത്ത 2 മത്സരങ്ങളിൽ നല്ല റൺ റേറ്റിൽ ജയിക്കണം. എന്നാൽ രാജസ്ഥാൻ്റെ അവസ്ഥ അങ്ങനെയല്ല. ഇനിയുള്ള എല്ലാ മാച്ചിൽ ജയിച്ചാൽ രാജസ്ഥാന് പ്ലേ ഓഫിലെത്താം. ഒരു ടീമിനെയും നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് 18 പോയിന്റ് ആകും. ഇനി പഞ്ചാബിന് 13 പോയിന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള 2 മാച്ച് ജയിച്ചാൽ 17 പോയിന്റ് മാത്രമേ ആകാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ പഞ്ചാബിനും പ്ലേ ഓഫിലെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആര് കയറുമെന്നത് പറയാൻ സാധിക്കില്ല. ഇത്തവണ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.